അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ദേവുട്ടിന് വിദ്യാരംഭം കുറിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിലാണ് വിദ്യാരംഭം കുറിക്കാനായിട്ട് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. കൊല്ലൂർ മൂകാംബികയിൽ എഴുതിക്കണമെന്നായിരുന്നു, പക്ഷേ ട്രെയിൻ ടിക്കറ്റ് ഒന്നും സമയത്തിന് കിട്ടാത്തത് കൊണ്ടാണ് പിന്നെ അത് ദക്ഷിണ മൂകാംബികയിലേക്ക് ആക്കാമെന്ന് കരുതിയത്. ഇത് ശരിക്കും മഹാവിഷ്ണു ക്ഷേത്രമാണ്, എങ്കിൽ കൂടിയും സരസ്വതി ദേവി ക്ഷേത്രമായിട്ടാണ് ഇത് പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. ശരിക്കുമുള്ള പ്രതിഷ്ഠ നമുക്ക് കാണാനായിട്ട് ഇപ്പോൾ സാധിക്കത്തില്ല. ഒരു കുളത്തിനുള്ളിൽ ആ ഒരു സരസ്വതി ലത എന്ന് പറയുന്ന വള്ളിച്ചെടികളാൽ മൂടപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള പ്രതിഷ്ഠ. അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു പ്രതിബിംബം പോലെയുണ്ട്. അവിടെയാണ് പൂജകളൊക്കെ നടത്തി നമുക്ക് ദർശനമേകുന്ന ആ ഒരു സരസ്വതി ദേവിയായിട്ട് അവിടെ കാണപ്പെടുന്നത്. ഇവിടെ വിദ്യാരംഭത്തിനെന്ന് മാത്രമല്ല കേട്ടോ എഴുത്തുള്ളത്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 10 മണി വരെ ഇവിടെ എഴുത്തിനിരുത്താനായിട്ട് നമുക്ക് പറ്റും കുട്ടികളെ. ഞങ്ങൾ ബുധനാഴ്ച പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എഴുത്തിനിരുത്താനായിട്ട്. ആദ്യം തന്നെ നമ്മൾ ആ ഒരു യഥാർത്ഥത്തിലുള്ള വിഗ്രഹം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു വള്ളിപ്പടർപ്പുകൾക്കിടയിൽ അവിടെ നോക്കി തൊഴുതിട്ട് പിന്നെ നമ്മൾ ചുറ്റി മുകളിൽ വന്നിട്ട് പിന്നെ ആ ഒരു പ്രതിബിംബം ഉണ്ടല്ലോ നമ്മൾ പൂജയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ നോക്കി തൊഴണം. എന്നിട്ട് നമ്മൾ കുഞ്ഞിനെ എഴുത്തിനിരുത്താനായിട്ട് കൊണ്ടുവരും. അവിടെ ഒരു തിരുമേനിയാണ് എഴുത്തിനിരുത്തുന്നത്. ദേവുട്ടി കരയുമോ, അവനെ എഴുത്തിനിരുത്താനൊക്കെ ഹാപ്പി ആയിരിക്കുമോ എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു പ്രശ്നമില്ലായിരുന്നു, അവൻ നന്നായിട്ട് എന്നെ കോപ്പറേറ്റ് ചെയ്തു. ഈ എഴുത്തിനിരുത്തി കഴിഞ്ഞ കുട്ടികൾക്ക് 12 ദിവസത്തേക്കിന് സേവിക്കാനായിട്ട് ഒരു നെയ്യ് അവിടെ നിന്ന് തരുന്നുണ്ട്. സാരസ്വര ഹൃദം എന്നാണ് ആ നെയ്ക്ക് അറിയപ്പെടുന്നത്. അത് 12 ദിവസം കഴിപ്പിക്കണമെന്നാണ് അവിടുന്ന് പറയുന്നത്. പിന്നെ മത്സ്യമാംസാദികളൊന്നും കഴിക്കരുതെന്നും കൂടി അവിടുന്ന് പറയുന്നുണ്ട് ആ ഒരു 12 ദിവസത്തേക്കിന്. പിന്നെ ആ ഒരു തിരുമേനി എഴുതിച്ചതിന് ശേഷം നമ്മളോട് മുകളിലായിട്ട് സരസ്വതി ദേവി നമ്മൾ തൊഴാൻ പോയെന്ന് പറഞ്ഞില്ലേ, അവിടെ തന്നെ മണൽ വിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചുറ്റിനും. അപ്പോൾ ആ മണലിലും കൂടെ എഴുതിക്കണമെന്ന് പറയും നമ്മൾ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അവനെ എഴുതിക്കാനായിട്ട് ആ മണലിലും കൂടെ എഴുതിക്കാനായിട്ട് മുകളിൽ കൊണ്ടുപോയി. എല്ലാവർക്കും എഴുതിക്കാം. അപ്പം അമ്മയും ശ്രീയും ഞാനും ഒക്കെ കുഞ്ഞിനെ എഴുതിപ്പിച്ചു അവിടെ. അവന് പിന്നെ അത് നല്ല ഇഷ്ടമായി, കാരണം അവൻ പിന്നെ സ്വന്തമായിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഒന്ന് എഴുതിക്കൊണ്ട് നിൽക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ദേവുട്ടൻ ഹാപ്പിയായിരുന്നു. മഹാവിഷ്ണു സരസ്വതി ദേവിയും കൂടാതെ തന്നെ അവിടെ ശിവൻ, ശാസ്താവ്, ഗണപതി, പിന്നെ യക്ഷിയമ്മയുടെയും പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കയറി തൊഴുതിട്ട് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ശരവണ ഭവൻ കയറിലെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാം തന്നെ വിചാരിച്ച പോലെ ഭംഗിയായി നടന്നു. നല്ലൊരു ദിവസമായിരുന്നു.